കഴിഞ്ഞ ദിവസം മാരാരിക്കുളത്ത് പോയപ്പോഴത്തേക്കും വാങ്ങിയ തെരണ്ടിയാണ് കേട്ടോ. ഇതും ലേലം പിടിച്ചെടുത്തതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലും തെരണ്ടിയായിരുന്നു. ഇതിൽ 12 തെരണ്ടിയുണ്ട് കേട്ടോ. അച്ഛൻ തെരണ്ടിയുടെ വാലിലെ മുള്ളൊക്കെ എനിക്ക് കാണിച്ചു തരുവാണ് കേട്ടോ. തെങ്ങാനും കയ്യിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ല വേദനയായിരിക്കും കേട്ടോ. സഹിക്കാനായിട്ട് പറ്റൂല, അത്ര വേദനയാണ് കേട്ടോ. അച്ഛനും ഏട്ടനൊക്കെ ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും രണ്ടാക്കടയും കൈയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുറിഞ്ഞു കേട്ടോ. ഇനി ഇവന്മാരെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് അടിപൊളി കറി ഉണ്ടാക്കാം. അമ്മ പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ചട്ടി ചൂടാവുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞ ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. വഴണ്ടി വരുമ്പോഴത്തേക്കും കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എടുക്കണതിൻ്റെ ഡബിൾ വേണം മല്ലിപ്പൊടി എടുക്കാനായിട്ട് കേട്ടോ. പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും കുടംപുളി ചേർത്ത് കൊടുക്കാം. തെരണ്ടിക്കറി വെക്കുമ്പോഴത്തേക്കും പുളി കൂടുതലായിട്ട് ഇടണം. അപ്പോൾ കറി 2 ദിവസം വരെ കേടാകാതെ ഇരിക്കും കേട്ടോ. പുളി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തിള വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെച്ച തെരണ്ടി ചേർത്ത് കൊടുക്കാം. കറി ആവശ്യത്തിന് കുറുകി വറ്റി എണ്ണയൊക്കെ തെളിയുമ്പോഴത്തേക്കും കറി ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ ഗ്രേവി മാത്രം മതിയിട്ട് ഒരുപാട് ചോറ് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി തിരണ്ടി കിട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.